കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ റിസർച്ച് ഓഫീസർ തസ്തികയ്ക്ക് വേണ്ടി പരീക്ഷ എഴുതുവാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഈ ക്രെഡിറ്റ്സ് അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ വികസനത്തിന് വേണ്ടി നടപ്പിലാക്കുവാൻ പോകുന്ന വിവിധ പദ്ധതികൾക്ക് ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു കടമയാണ്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കാര്യക്ഷമമായ ഒരു ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പാണ് നമുക്കുള്ളത്. കൃഷി, വ്യവസായം, തൊഴിൽ, വികേന്ദ്രീകൃത ആസൂത്രണം തുടങ്ങിയ നിരവധി വിഷയങ്ങളെ സംബന്ധിച്ച് ആധികാരികമായ വിവരങ്ങൾ ശേഖരിക്കുകയും ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയും ഗവേഷണ പരിപാടികൾ നടപ്പിലാക്കുകയും അത് പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും കാര്യക്ഷമമായി കാലോചിതമായി പരിഷ്കരിച്ചുകൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് കാലാകാലങ്ങളിലായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനും വേണ്ടിയാണ് റിസർച്ച് ഓഫീസർ തസ്തികയ്ക്ക് വേണ്ടി PSC ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ കാർഷിക, വ്യാവസായിക, തൊഴിൽ മേഖലകളിലൊക്കെ വിവരങ്ങൾ ശേഖരിക്കണമെന്നുള്ളതുകൊണ്ട് ഇക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് റിസർച്ച് ഓഫീസർ തസ്തിക. അതുകൊണ്ട് തന്നെ അവർ കൈകാര്യം ചെയ്തു വരുന്ന വിവരങ്ങൾ ഇല്ലെങ്കിൽ വിവരശേഖരണം എങ്ങനെ നടത്താം, എന്തൊക്കെയാണ് അതിൻ്റെ സാങ്കേതികത്വം തുടങ്ങിയ കാര്യങ്ങളാണ് റിസർച്ച് ഓഫീസർ അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ദേശീയ വരുമാനത്തെക്കുറിച്ചും കാർഷിക മേഖലയെ സംബന്ധിച്ചും ഒക്കെയുള്ള ആധികാരികമായ വിവരം, അപ് ടു ഡേറ്റ് ആയുള്ള വിവരങ്ങൾ ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ പരീക്ഷയിൽ നമുക്ക് വിജയിക്കുവാൻ പറ്റത്തുള്ളൂ. നല്ല രീതിയിലുള്ള ഒരു കാര്യക്ഷമമായ ഒരു പരീക്ഷാ തയ്യാറെടുപ്പുണ്ടെങ്കിൽ വളരെ പ്രയാസമില്ലാതെ ഉദ്യോഗം ലഭിക്കുവാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് റിസർച്ച് ഓഫീസർ തസ്തിക. ഇക്കണോമിക്സ് ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് വളരെ ലളിതമായി സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ബാലപാഠങ്ങൾ മുതൽ കാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ വരെ വിശദമായി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ ക്രെഡൻസ് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ഇക്കണോമിക്സ് ബിരുദധാരികൾക്ക് അവർ നേടിയ അറിവ് കൂടുതൽ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും കാലിക പ്രസക്തി ഉള്ളവരങ്ങൾ അവരെ അപ്ഡേറ്റ് ചെയ്യുന്നതിനും ഈ ക്രെഡൻസ് നിങ്ങളുടെ മുന്നിലുണ്ടാകും. നമുക്ക് ആദ്യമായി നോക്കേണ്ടത് ഈ പരീക്ഷയുടെ ചോദ്യങ്ങളുടെ ഒരു ഘടനയാണ്. അതിൽ എക്കണോമിക്സിന് എത്ര മാർക്കാണുള്ളത്, ആ എക്കണോമിക്സിൽ തന്നെ ഏതൊക്കെ യൂണിറ്റുകളാണ്, ഇല്ലെങ്കിൽ ആ യൂണിറ്റുകൾക്കകത്ത് ഏതൊക്കെ കാര്യങ്ങളെ സംബന്ധിച്ച പരീക്ഷകളാണ് ചോദിക്കുന്നത് എന്ന് ആദ്യം നോക്കുക. ഞാൻ ചെയ്യുന്നത് 2015, 2021 എന്നീ വർഷങ്ങളിൽ റിസർച്ച് ഓഫീസർ തസ്തികയ്ക്ക് വേണ്ടി PSC നടത്തിയ ചോദ്യപേപ്പറിലെ ഇക്കണോമിക്സ് പാർട്ട് വളരെ വിശാലമായി ഭംഗിയായി അവലോകനം ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രിപ്പറേഷനാണ് നമുക്ക് ആവശ്യം, ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിക്കേണ്ടത്, ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് നമുക്ക് അധിക വായനയ്ക്ക് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഈ ക്രെഡൻസ് ഞങ്ങളിവിടെ ചെയ്യുവാനായി ആഗ്രഹിക്കുന്നത്. ആദ്യമായി ഇതിൻ്റെ ഒരു ചോദ്യഘടന നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, ജനറൽ നോളജ് ഇങ്ങനെയുള്ള 4 വിഷയങ്ങളാണ്
100 മാർക്കുള്ള ചോദ്യപേപ്പറിൽ ഉണ്ടാകും. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന, അതായത് 30 മാർക്ക് ഇക്കണോമിക്സിനാണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിന് 40 മാർക്ക്, എക്കണോമിക്സിന് 30 മാർക്ക്, മാത്തമാറ്റിക്സിന് 20 മാർക്ക്, ദെൻ ജനറലുള്ളതിന് 10 മാർക്ക്. അങ്ങനെ മൊത്തം 100 മാർക്കിൻ്റെ ചോദ്യമാണ് പരീക്ഷയ്ക്ക് ഉണ്ടാകുക. ഇക്കണോമിക്സിനെ സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ചർച്ച ചെയ്യാനായി ആഗ്രഹിക്കുന്നത്. 2 യൂണിറ്റുകളിലായിട്ടാണ് പരീക്ഷയുടെ പാഠഭാഗങ്ങൾ സിലബസ് കൊടുത്തിരിക്കുന്നത്. യൂണിറ്റ് 1, യൂണിറ്റ് 2. യൂണിറ്റ് 1-ൽ ഞാൻ ആദ്യം ആ യൂണിറ്റിൽ 1-ൽ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ ടോപ്പിക്സാണെന്ന് പറയാം. അതിനുശേഷം ഈ ടോപ്പിക്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ചോദ്യപേപ്പറുകളിൽ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയും ഈ ചോദ്യപേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലുള്ള പ്രിപ്പറേഷനാണ് വേണ്ടത്, 2026 നടക്കുവാൻ പോകുന്ന പരീക്ഷയ്ക്ക് എത്തരത്തിലായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും പരിശോധിക്കുകയാണ് ഇവിടെ. ഒന്നാമതായി ആസൂത്രണം, അതായത് പ്ലാനിങ് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ പ്ലാനിങ് ഇൻ കേരള, അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, ഫിനാൻഷ്യൽ ഡെവല്യൂഷൻ തുടങ്ങിയ ചാപ്റ്ററുകളാണ് ഒന്നാമത്തെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്, ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമെന്ന് പറയുന്നത് ബജറ്റ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബജറ്റുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ്സുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ബജറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് രണ്ടാമതായി ഉള്ളത്. മൂന്നാമതായി നമ്മുടെ നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത്. നാഷണൽ ഇൻകം, അതായത് നാഷണൽ ഇൻകത്തിൽ വരുന്ന പുതിയതും പഴയതുമായിട്ടുള്ള പദങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്, ആ ദേശീയ വരുമാനത്തിലുള്ള ഘടകങ്ങൾ, സെക്ടേഴ്സ് ഏതൊക്കെയാണ്, ആ സെക്ടറുകൾ ഏത് തരത്തിലാണ് ഒരു രാജ്യത്തെ ദേശീയ വരുമാനത്തിൽ പങ്കാളികളാകുന്നത്, സെക്ടറൽ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്, കാലം പോകുന്നതനുസരിച്ച് ആ സെക്ടറൽ കോൺട്രിബ്യൂഷനിൽ വരുന്ന മാറ്റങ്ങൾ തുടങ്ങിയവയാണ് അടുത്തതായി ഉള്ളത്. അവസാനമായി ഈ ചാപ്റ്റർ യൂണിറ്റ് 1-ൽ ഏറ്റവും അവസാനമായി ഇതുവരെ നമ്മൾ നടത്തിയിരിക്കുന്ന, അതായത് 1950-ൽ നമ്മൾ തുടങ്ങിയ ആസൂത്രണ പ്രക്രിയ ഒരു പുതിയൊരു വഴിത്തിരിവിലാണിപ്പോൾ. ആ പുതിയ ട്രെൻഡുകൾ അതായത് ആസൂത്രണ പ്രക്രിയയ്ക്ക് വന്നിരിക്കുന്ന പുതിയ ട്രെൻഡ്, അതായത് നീതി ആയോഗിൻ്റെ വരവ്, ആ നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങൾ, അതുമായിട്ടുള്ള ഘടന തുടങ്ങിയവയാണ് അവസാനമായി യൂണിറ്റ് 1-ലുള്ളത്. ഇതുപോലെ തന്നെ യൂണിറ്റ് 2-ലും ഉണ്ട്. നമുക്കതിൻ്റെ ചോദ്യങ്ങളിലേക്ക് പരിശോധിക്കാം. ആ ചോദ്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് വളരെ നിങ്ങൾ ഈ ചോദ്യ പേപ്പർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്കണോമിക്സിൻ്റെ വളരെ ജനറലായിട്ടുള്ള വളരെ ഡിഫിക്കൽട്ട് അല്ലാത്ത ചോദ്യങ്ങളാണ് ഈ 2 വർഷത്തെ ചോദ്യത്തിനും 2015-ലായാലും ശരി 2021-ലായാലും ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എക്കണോമിക്സ് പഠിക്കാത്തവർ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് വളരെ ഫണ്ടമെൻ്റലായ കാര്യങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ഞങ്ങൾ സഹായിക്കാം. ഒന്നാമതായി നമ്മുടെ സംസ്ഥാനത്തെ പഞ്ചായത്തി രാജ് സംവിധാനത്തെക്കുറിച്ചിട്ടുള്ള ചോദ്യമാണ് ആദ്യമായി കൊടുക്കുന്നത്. അതായത് ത്രിതല പഞ്ചായത്ത് സംവിധാനം ആദ്യമായി റെക്കമെൻഡ് ചെയ്ത് ആരാണ്, അല്ലെങ്കിൽ ഏത് കമ്മിറ്റിയാണെന്നുള്ളതാണ് ചോദ്യം. അതായത് ഇത് 2015-ലെ റിസർച്ച് ഓഫീസർ തസ്തികയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അതായത് ആദ്യമാണ് 3 ടയർ സംവിധാനം. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വരാം, എന്താണ് 3 ടയർ സംവിധാനം എന്ന് പറയുന്നത്? അതായത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ ഗ്രാമതലങ്ങളിലും, ആ ഗ്രാമതലത്തിന് മുകളിൽ ബ്ലോക്ക് തലവും അതിന് മുകളിൽ ജില്ലാതലവും, അങ്ങനെയുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനം ആദ്യമായി ആരാണ് റെക്കമെൻഡ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റിയാണ് ആദ്യമായി ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ഇന്ത്യക്ക് യോജിച്ചതെന്ന്
പറഞ്ഞത് ഞാൻ അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. 1957 ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനും സെൻട്രൽ ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതായത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ വിജയത്തിന് ഭരണഘടനാ ഭേദഗതികൾ ചെയ്തപ്പോൾ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും അവർക്ക് അർഹമായ ധനകാര്യ വിഹിതം ലഭിക്കുന്നതിന് വേണ്ടി ഭരണഘടനാപരമായി സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ 2 വർഷത്തെ ചോദ്യപേപ്പറിൽ ഒട്ടനവധി ചോദ്യങ്ങൾ ഇതുമായിട്ടുണ്ട്. അതായത് ആദ്യമായി കേരളത്തിൽ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്നാണ് രൂപീകരിച്ചത്, അതിൻ്റെ ചെയർമാൻ ആരാണ്, പ്രധാനമായ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾക്കുമായി ധനവിനിയോഗം അല്ലെങ്കിൽ എങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയവയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പവർ പോയിൻ്റ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിങ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. അതായത് ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊക്കെ ചോദ്യങ്ങളാണ് റിഗാർഡിങ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. രണ്ടാമത് ഗവർണർ അപ്പോയിൻ്റ് 5 വർഷത്തിലൊരിക്കൽ ഗവർണറാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത് ടു റിവ്യൂ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇവിടെ 3 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഈ 3 ഓപ്ഷനുകൾ 3 ശരിയാണോ, 1 2 ശരിയാണോ, 3 മാത്രം ശരിയാണോ തുടങ്ങിയവയാണ് ഓപ്ഷനുകൾ കൊടുത്തിരിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം 73-74 ഭരണഘടനാ ഭേദഗതി പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരം അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്ന ഒരു കമ്മീഷനാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. അതുകൊണ്ട് ഇത് ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല, ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഗവർണർമാരാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ. അതുപോലെ തന്നെ 5 വർഷത്തിലൊരിക്കലാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. 3 സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വിശകലനത്തിന് വേണ്ടിയാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ അപ്പോയിൻ്റ് അല്ല. അതായത് പഞ്ചായത്തുകളുടെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളുടെ ധനകാര്യ വിഷയങ്ങളാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഇവിടെ ശരിയായിട്ട് ഉള്ളൂ. ഇനി ഞാൻ മുമ്പ് പറഞ്ഞതിലും ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്തത് എന്നാണ്, കേരളത്തിലെ കാര്യമാണ് കേട്ടോ. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1994 ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ പറയുന്നത് ഇതുവരെ കേരളത്തിൽ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന കമ്മീഷനുകളെ കുറിച്ചാണ് ഈ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നത് ആരാണ്? 2, 3, 4, 5, 6, 7. ഇപ്പോൾ 7ാമത്തെ ധനകാര്യ കമ്മീഷനാണ് പ്രവർത്തിക്കുന്നത്. ആ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻമാരാരൊക്കെയാണ്? 7ാമത്തെ ധനകാര്യ കമ്മീഷൻ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് 7ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്നായിരിക്കും ചോദിച്ചിരിക്കുന്നത്. പ്രൊഫസർ KN ഹരിലാൽ സാറാണ്. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ പ്രൊഫസറായിരുന്ന സാറാണ്. അദ്ദേഹമാണ് ഇപ്പോൾ 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ. ഞാനിത് പറഞ്ഞതുപോലെ തന്നെ സെൻട്രൽ ഫിനാൻസ് കമ്മീഷനുണ്ട്. അപ്പോൾ സെൻട്രൽ ഫിനാൻസ് കമ്മീഷനിൽ നിന്നും വിഹിതം പഞ്ചായത്തുകൾക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെൻട്രൽ ഫിനാൻസ് കമ്മീഷനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയതായിട്ട്, അതായത് 16ാം സെൻട്രൽ ഫിനാൻസ് കമ്മീഷനാണ് ഇപ്പം നിലവിലുള്ളത്. അവരാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കമ്മീഷനെ സംബന്ധിച്ച് കമ്മീഷണർ ചെയർമാൻ ആരൊക്കെയാണ്? ഡോക്ടർ അരവിന്ദ് പ്രഗിരി എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് എൻ്റെ ചെയർമാൻ. അവർക്ക് കൊടുത്തിരിക്കുന്ന ടേംസ് ഓഫ് റെഫറൻസ്, ചില പരീക്ഷയ്ക്ക് ടേംസ് ഓഫ് റെഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും അദ്ദേഹത്തിന് ആരാണെന്നും അദ്ദേഹത്തിന് അവർക്ക് നൽകിയിരിക്കുന്ന ധനകാര്യ കമ്മീഷൻ ടേംസ് ഓഫ് റെഫറൻസും എന്താണെന്ന് ഞാനിവിടെ നിങ്ങൾക്ക് മുൻപിൽ തന്നിട്ടുണ്ട്.
ഇനി ഞാൻ പോകുന്നത് ഇപ്പോൾ 16-ാം ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 15-ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇത്. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഓർ നോട്ട് ട്രൂ എബൌട്ട് ദ റെക്കമെൻഡേഷൻ മെയ്ഡ് ബൈ ദ 15th സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ. അതായത് 15-ാം ധനകാര്യ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യാത്തത് ഏതാണ്? ഞാനൊരു സമയക്കുറവ് കാരണം ഒന്നൊന്നായിട്ട് ഞാൻ വായിക്കുന്നില്ല. അതിനകത്ത് ശരിയായ ഉത്തരം ഞാൻ റെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഇത് 2015 വർഷം റിസർച്ച് ഓഫീസർ തസ്തികയ്ക്ക് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷയിൽ നിന്ന് ചോദിച്ചതാണ്. സമയക്കുറവ് കാരണമാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. വിശദമായി ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും അത് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്നും ഒക്കെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരവസരത്തിൽ നിങ്ങളുമായി നമ്മൾ പങ്കുവയ്ക്കാം. ഇപ്പോൾ ഞാൻ ചോദ്യങ്ങൾ ഓടിച്ചു പോയതിന് ശേഷം ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് മാത്രം നിങ്ങളുമായി ആശയം പങ്കുവയ്ക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ പ്രധാനമായ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തെ ആസൂത്രണ പ്രക്രിയയ്ക്കൊരു മാറ്റം സംഭവിച്ചു. അതായത് നീതി ആയോഗ് വന്നു. ആ നീതി ആയോഗുമായിട്ടുള്ളൊരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിന്നും, അതായത് പഞ്ചായത്തുകളുമായിട്ടുള്ള പഞ്ചായത്തിൻ്റെ ധനകാര്യവുമായി ബന്ധപ്പെട്ട അവർ നേരിടുന്ന വെല്ലുവിളികൾ സംബന്ധിച്ച് പ്രധാനമായും നിങ്ങൾ പഠിക്കേണ്ടത്, പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളാണ്. ഇത് ഞാൻ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് സിലബസും ഈ കഴിഞ്ഞ 2 പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് അറിവ് ചെയ്തിരിക്കുന്നത്. ഒന്നാമതായി നിങ്ങൾ പഠിക്കേണ്ടത് ഇന്ത്യയിലെ ആസൂത്രണ പ്രക്രിയ. അതായത് 1951 നമ്മൾ തുടങ്ങിയ ആസൂത്രണ പ്രക്രിയ ഇന്ന് എവിടെ നിൽക്കുന്നു? ആ ആസൂത്രണത്തിൻ്റെ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ പീരീഡ്, 2ാം പദ്ധതിയുടെ പീരീഡ്, അങ്ങനെയുള്ള എല്ലാ പഞ്ചവത്സര പദ്ധതികളിലെയും പീരീഡ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഓരോ പഞ്ചവത്സര പദ്ധതിയിൽ നമുക്ക് ടാർഗറ്റ് ഉണ്ടായിരുന്നു. ചില സമയങ്ങളിൽ നമ്മൾ അച്ചീവ് ചെയ്തു, ചില സമയത്ത് നമ്മൾ അച്ചീവ് ചെയ്തില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ടാമത്. അത് പ്ലാനിങ് ഇന്ത്യയെ സംബന്ധിച്ച് പ്ലാനിങ്ങിൻ്റെ ചരിത്രം നിങ്ങൾ പഠിക്കണം. പ്ലാനിങ് കമ്മീഷൻ സംബന്ധിച്ച ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ പഠിക്കണം. എങ്ങനെയാണ് ഓരോ പഞ്ചവത്സര പദ്ധതിയിലെയും മോഡൽസ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. ടാർഗറ്റിൻ്റെ ഇത് പഠിക്കണം. പ്രാധാന്യം കൊടുത്ത മേഖലകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. തുടങ്ങിയവ കാര്യങ്ങളാണ് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. 2, ഇന്ത്യയിൽ കേരളം ഒഴികെയുള്ള ഒരു സംസ്ഥാനത്തും ഇന്ന് പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള ആസൂത്രണ പ്രക്രിയ നിലവിലില്ല. അതിന് പകരം നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഒരു സംവിധാനമാണ് നീതി ആയോഗ്. ഒരു തിങ്ക് ടാങ്ക് ഏജൻസിയാണ്. അപ്പോൾ ആ നീതി ആയോഗിൻ്റെ ഘടനയെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അധ്യക്ഷൻ അല്ലാത്തവരാരൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീതി ആയോഗിൻ്റെ വെബ്സൈറ്റിൽ കയറി നീതി ആയോഗിൻ്റെ ഘടന എങ്ങനെയാണ്, അത് അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അത് ഏത് രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് തുടങ്ങിയ പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത്. മൂന്നാമതായി കേരളത്തിൽ പഞ്ചവത്സര പദ്ധതികൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇപ്പോഴും നമ്മൾ പഞ്ചവത്സര പദ്ധതിയിൽ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. കേരള പ്ലാനിംഗ് ബോർഡ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്രത്തിലാണെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ പിരിച്ചുവിട്ടു. പക്ഷേ സംസ്ഥാനത്ത് പ്ലാനിംഗ് കമ്മീഷൻ രാമചന്ദ്രൻ സാറിൻ്റെ ചെയർമാൻ അടിസ്ഥാനത്തിൽ അത് ഇപ്പോഴും നമ്മൾ വൈസ് ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴും കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ പഞ്ചവത്സര പദ്ധതികൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് അപ്രോച്ചാണ് ഇപ്പോൾ നടത്തുന്നത്. അതായത് വികേന്ദ്രീകൃത ആസൂത്രണം, ഇല്ലെങ്കിൽ മറ്റൊരു പേര് പറഞ്ഞ് ജനകീയ ആസൂത്രണം. നമ്മൾ ആ ജനകീയ ആസൂത്രണത്തിൽ ഘടനാപരമായ വളരെ മാറ്റമുണ്ട്. അത് സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും വളരെ മാറ്റമുണ്ട്. അപ്പോൾ ആ മാറ്റം എന്തൊക്കെയാണ്, ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയ സമയത്തുള്ള ഘടന എങ്ങനെയാണ്, എന്താണ് ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത്, എത്ര അലോക്കേഷനാണ് പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്തുകൾക്കായി ഡിവോൾവ് ചെയ്തത്, ഏത് രീതിയിലാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ ഈ വികേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്തതായി നിങ്ങൾ 1ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത്.
അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഭരണഘടനാ ഭേദഗതികൾ 74 ഭരണഘടനാ ഭേദഗതികൾ നടന്നു. ആ ഭരണഘടനാ ഭേദഗതികളിലൂടെ പഞ്ചായത്തുകൾ, മുനിസിപ്പൽ കോർപ്പറേഷനുകൾ നിലവിൽ വന്നു. അവരുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണ്, അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് സംസ്ഥാന ഗവൺമെൻറ് പദ്ധതികളും കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളും തനത് പരിപാടികളും പഞ്ചായത്തുകൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ നിങ്ങൾ പഠിക്കേണ്ടത്. അടുത്തതായി ഫിസ്ക്കൽ ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഡെവല്യൂഷൻ. ആ ഫിസ്ക്കൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക്, സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നും ലോക്കൽ ഗവൺമെൻറ്റുകൾക്ക് എങ്ങനെയാണ് ധനവിനിയോഗം, വിഭവങ്ങൾ എങ്ങനെയാണ് വീതിക്കപ്പെടുന്നത് തുടങ്ങിയവയാണ് അവിടെ നമ്മൾ പഠിക്കേണ്ടത്. അതിനാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സെൻട്രൽ ഫിനാൻസ് കമ്മീഷനും സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെയും സർക്കാർ 5 വർഷം കൂടുമ്പോൾ, അതായത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ സംസ്ഥാന ഗവർണർമാർ 5 വർഷത്തിലൊരിക്കൽ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ, കേന്ദ്രത്തിൽ ഇല്ലെങ്കിൽ യൂണിയൻ ഫിനാൻസ് കമ്മീഷനെ രാഷ്ട്രപതിയാണ് 5 വർഷം കൂടുമ്പോൾ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. അവർക്കാണ് ആ റിപ്പോർട്ട് നൽകപ്പെടുകയും ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട ഫിസ്ക്കൽ ഡെവല്യൂഷൻ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഒരു സർക്കാരിൻ്റെ, അത് സംസ്ഥാന ഗവൺമെൻറ് ആവട്ടെ, ലോക്കൽ ഗവൺമെൻറ് ആവട്ടെ, കേന്ദ്ര സർക്കാരാവട്ടെ, അവരുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ബജറ്റ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബജറ്റ് പ്രിപ്പയർ ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക, അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായ ഒരു കർത്തവ്യം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ആ ബജറ്റുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകൾ, അത് ഡിഫിസിറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞു, ബാലൻസ്ഡ് എന്ന് നമ്മൾ പറഞ്ഞു, സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡിഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡിഫിസിറ്റ് ബഡ്ജറ്റിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ എഗെയിൻ 3 തരത്തിലുള്ള ഡിഫിസിറ്റ് ബഡ്ജറ്റുകൾ, റവന്യൂ ഉണ്ട്, ഫിസ്ക്കൽ ബഡ്ജറ്റ് ഉണ്ട്, പ്രൈമറി ഡെഫിസിറ്റ് ഉണ്ട്. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ്, എത്രത്തോളം ആകാം തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഡിഫിസിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വരുമാനങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ടാക്സ് റവന്യൂസ് ഉണ്ട്, നോൺ ടാക്സ് റവന്യൂസ് ഉണ്ട്, കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, വായ്പയുണ്ട്, മറ്റു വരുമാന മാർഗങ്ങളുണ്ട്. ആ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ ഏതൊക്കെയാണ്? അതുപോലെ തന്നെ ചെലവിനങ്ങളും കൂടുതലാണ്. പ്ലാനിങ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ ഉണ്ട്, അങ്ങനെ ധാരാളം എക്സ്പെൻഡിച്ചറുകളുണ്ട്. അപ്പോൾ പ്രധാനമായും വരുമാന മാർഗങ്ങളെ എങ്ങനെയാണ് ബജറ്റിൽ വേണ്ടി തിട്ടപ്പെടുത്തുന്നത്, എങ്ങനെയാണ് എക്സ്പെൻഡിച്ചറുകളെ എങ്ങനെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്, എങ്ങനെയാണ്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് എക്സ്പെൻഡിച്ചറുകൾ വിനിയോഗത്തിന് വേണ്ടി നമ്മൾ ചെയ്ത മെക്കാനിസം എന്താണ് തുടങ്ങിയവയാണ് ബജറ്റ് പ്രിപ്പറേഷനിൽ നമ്മൾ പഠിക്കേണ്ടത്. ആ ബജറ്റ് പ്രിപ്പറേഷനുമായി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അതായത് ബജറ്റ് ഞാനിവിടെ പറഞ്ഞതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റാണെങ്കിൽ സംസ്ഥാന നിയമസഭയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്, കേന്ദ്രത്തിലാണെങ്കിൽ പാർലമെൻറ്റിൻ്റെ മുമ്പിലാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്, പഞ്ചായത്തുകളാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ മുമ്പിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെൻറ് ബജറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ധനകാര്യ മന്ത്രിമാരാണ് പ്രസൻറ്റ് ചെയ്യുന്നത് പാർലമെൻറ്റിൽ. ആ ബജറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്, ആ ബജറ്റ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ബജറ്റ് പ്രസൻറ്റേഷനിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, അത് 2015 ചോദിച്ചിരിക്കുന്നത്. അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് അല്ലാത്തത് ഏതെന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ ഞാൻ ആ ബജറ്റ് മാനുവൽ പ്രകാരം ഒരു ബജറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്, അതായത് ബജറ്റ് സ്പീച്ച് വേണം, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വേണം, ഡിമാൻഡ്സ് വേണം, എക്സ്പെൻഡിച്ചർ വോളിയം 1, വോളിയം 2, അതുപോലെ തന്നെ റെസിറ്റ്സ് ബഡ്ജറ്റ്, അതേപോലെ റെസിറ്റ്സ് ബഡ്ജറ്റ്, എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്, ഫിനാൻസ് ബില്ല്, അതുപോലെ അങ്ങനെ ഞാനിവിടെ ബാക്കി സമയക്കുറവ് കാരണം ഞാൻ ലിസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ അവർ കൊടുത്തിട്ടുണ്ട്, പവർ പോയിന്റിൽ ഞാൻ വിശദമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് എവിടെ നിന്ന് കിട്ടുന്നു? അതായത് ഫിനാൻസ് മാനുവൽ കേന്ദ്ര ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് മാനുവൽ എന്നിലാണ് ഇത് എങ്ങനെയാണ് വർഗീകരിക്കേണ്ടത്, എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തത്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് ബജറ്റ് മാനുവൽ എന്ന് പറയുന്നത്. ആ ബജറ്റ് മാനുവൽ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിരിക്കുന്ന മാനുവലും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ സംസ്ഥാന ഗവൺമെൻറ് മാനുവലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്.
അതുപോലെ തന്നെ ആസ് പെർ ദ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് 2015-16 ഫിസിക്കൽ ഡിഫിസിറ്റ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരം ഞാനിവിടെ കൊടുത്തിട്ടില്ല, കാരണം അതിന് ഞാൻ പിന്നെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം. 2024 അല്ലെങ്കിൽ 25-26 ബഡ്ജറ്റിലെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്തൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 2015 ചോദ്യമായതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കണം, നിങ്ങളുടെ പരീക്ഷയ്ക്കും ഡെഫിസിറ്റ് എന്നാൽ എന്താണ്, എത്ര ശതമാനമാണ് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും GDPയുടെ എത്ര ശതമാനമാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നുള്ള കണക്ക് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് മാനുവൽ. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് മാനുവലും ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് പ്രിപ്പറേഷനിൽ ഞാനിവിടെ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് നിങ്ങളിവിടെ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ബാലൻസ്ഡ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്, സർപ്ലസ് ബഡ്ജറ്റ്. ഇതൊന്ന് പറഞ്ഞാൽ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്, യൂണിയൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, സംസ്ഥാന ഗവൺമെൻറ് പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനെയാണ്. പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, പാർലമെൻറ്റിൻ്റെ മുമ്പിൽ, സംസ്ഥാന നിയമസഭയുടെ മുമ്പിൽ, അതുപോലെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ മുമ്പിൽ ഇത് പ്രസൻറ്റ് ചെയ്യണം. പ്രസൻറ്റ് ചെയ്യുന്നത് ആരാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, ആ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞ വെറും ബഡ്ജറ്റ് പ്രസംഗം മാത്രം പോരാ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് പാർലമെൻറ്റിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കേണ്ടത് തുടങ്ങിയ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഗവൺമെൻറ്റിൻ്റെ വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണ്, ചിലവിനങ്ങളൊക്കെയാണ്. അതിലൊക്കെ ഉപരി എല്ലാ പരീക്ഷയ്ക്കും, എക്കണോമിക്സുമായി ബന്ധപ്പെട്ട എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഡെഫിസിറ്റ് ഫിനാൻസ്. GDPയുടെ എത്ര ശതമാനമാണ് നമ്മുടെ ഡെഫിസിറ്റ് ഫിനാൻസ്, ആ ഡെഫിസിറ്റിനെ കുറയ്ക്കാൻ ഡെഫിസിറ്റ് നല്ലതാണോ, ഡെഫിസിറ്റ് ചീത്തയാണോ, എത്ര വരെ നമുക്കാകാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് സാധാരണമായി ചോദിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഡെഫിസിറ്റ് ബഡ്ജറ്റിൻ്റെ ശരിയായ കണക്കുകൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ബഡ്ജറ്റ് 2025-26 ഏറ്റവും അവസാനമായി ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ട 2025-26 യൂണിയൻ ബഡ്ജറ്റിലെ ഡെഫിസിറ്റ് ഫിനാൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല 2022 മുതൽ 2022-23 അങ്ങനെയുള്ള കഴിഞ്ഞ ഒരു 4 വർഷത്തെ ഡെഫിസിറ്റ് ഫിനാൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഡെഫിസിറ്റ് ഫിനാൻസ് 3 തരത്തിലുണ്ട്. അപ്പോൾ ആ ഓരോ ഫിനാൻസും അത് പ്രൈമറി ഡെഫിസിറ്റ് എത്രയാണ്, റവന്യൂ ഡെഫിസിറ്റ് എത്രയാണ്, ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായി ഞാൻ കൊടുത്തിരിക്കുന്ന ചാർട്ടിലിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബജറ്റിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എത്രയാണ് ബജറ്റിൻ്റെ റവന്യൂ റെസിപ്റ്റ്സ് എത്രയാണ്, നോൺ റവന്യൂ റെസിപ്റ്റ്സ് എത്രയാണ്. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറിലേക്ക് നിങ്ങൾ നോക്കുമ്പോഴത്തേന് റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ എന്തൊക്കെയാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. അതിന് വിശദമായി നിങ്ങളുമായി മറ്റൊരവസരത്തിൽ സംസാരിക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ സമയക്കുറവ് കാരണം ഞാൻ ചെയ്യുകയാണ്. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കേന്ദ്ര യൂണിയൻ മാനുവൽ ബഡ്ജറ്റ് മാനുവൽ ഉള്ളതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനും നമുക്ക് വ്യക്തമായ ഒരു ബഡ്ജറ്റ് മാനുവലുണ്ട്. അതാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകളാണ്. ദേശീയ വരുമാനം, ഒരുപാട് ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ദേശീയ വരുമാനം. ദേശീയ വരുമാനം എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ പ്രധാനമായി ചരിത്രം നിങ്ങൾ പഠിക്കണം. അതായത് എന്നാണ് ദേശീയ വരുമാനം നമ്മുടെ ഇന്ത്യയിൽ തുടങ്ങിയതെന്നാണ്, ആദ്യമായി സയൻറ്റിഫിക്കായി കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ആരാണ്, ആരൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയത് ആരൊക്കെയാണ്. അതുപോലെ തന്നെ ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകൾ, ഉദാഹരണം GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, GNP ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, അതുപോലെ തന്നെ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്,
അതുപോലെ തന്നെ നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് ഇയർ ബേസ് ഇയറിൽ വെച്ച് നമ്മൾ GDP കണക്കാക്കും. അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് പ്രൈസിൽ, കറണ്ട് പ്രൈസിൽ, ബേസ് ഇയർ, അങ്ങനെ പല രീതിയിലാണ് നമ്മളിതിനെ കണക്കാക്കുന്നത്. അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ കണക്കാക്കും, നാഷണൽ ഇൻകം നമ്മൾ കണക്കാക്കും. അപ്പോൾ GDP കണക്കാക്കുന്നത് എങ്ങനെയാണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എങ്ങനെയാണ്, അപ്പോൾ ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആൻഡ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കും നാഷണലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, മനസ്സിലായി. അപ്പോൾ ഈ വളരെ അടിസ്ഥാനപരമായ ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഡൊമസ്റ്റിക് നാഷണൽ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സംഹിതകളെല്ലാം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഒരു ബേസ് ഇയറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണക്കാക്കും, കറണ്ട് പ്രൈസിൽ നമ്മളാക്കുക. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതിൽ മാത്രം വ്യത്യാസം വരാനുണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായും ഉള്ളത്. അതുപോലെ തന്നെ ദേശീയ വരുമാനത്തിൽ പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന് പ്രൈമറി, സെക്കൻഡറി, ട്രഷറി ഓർ സേവന മേഖല. അപ്പോൾ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാണ്, കൃഷിയുമായി അനുബന്ധ മേഖലകളും, 2 വ്യവസായവുമായി അനുബന്ധ മേഖലകൾ, സേവന മേഖലയുമായി ബന്ധപ്പെട്ട ബാങ്കിങ് സെക്ടർ, ഡിഫൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 3 ഘടകങ്ങളിൽ, അതായത് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ട്രഷറി സെക്ടറിൽ നിന്നുള്ള വരുമാനം 3 രീതിയിൽ, അതായത് ഒന്ന് പ്രോഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച്, ഇൻകം മെത്തേഡ് ഉപയോഗിച്ച്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നതില്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കണക്കാക്കുന്നതിന് അതായത് പ്രോഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് കണക്കാക്കുന്നത്, ഇൻകം മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉപയോഗിച്ച്, ഇന്ത്യയിൽ ഇത് ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ്, ഇൻകം മെത്തേഡാണോ, പ്രോഡക്റ്റ് മെത്തേഡാണോ, എക്സ്പെൻഡിച്ചർ മെത്തേഡാണോ ദേശീയ വരുമാനം കണക്കാക്കുന്നത്, ഇല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് 3 മെത്തേഡും ഉപയോഗിക്കുമോ, തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആരാണ്, ഏത് ഏജൻസിയാണ് ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കണം. ഞാൻ കഴിഞ്ഞ 2 പരീക്ഷയ്ക്ക് 2015-ലും 2021-ലും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം 2015 റിസർച്ച് ഓഫീസർ തസ്തികയ്ക്ക് വേണ്ടി കേരള പബ്ലിക് സർവീസ് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് ആദ്യമായി ശാസ്ത്രീയമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആരാണ്. ഞാൻ ആ കണക്കാക്കിയ ആളിൻ്റെ പേര് VK റാവു ആണ് കണക്കാക്കിയത്. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടക സ്വദേശിയാണ്, അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. ഒട്ടനവധി കോൺട്രിബ്യൂഷൻ ഇക്കണോമിക്സിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ആരാണ് ദേശീയ വരുമാനം കണക്ക് ഓരോ വർഷവും കൊടുക്കുന്നത്, വിച്ച് ഏജൻസി ഈസ് റെസ്പോൺസിബിൾ ഫോർ കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. അപ്പോൾ അത് ഞാനിവിടെ കൊടുത്തിട്ടും 4 ഓപ്ഷനും കൊടുത്തിട്ടും. ഇത് 2015 ചോദിച്ച ചോദ്യമാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അതായത് ഏജൻസി ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് മെത്തേഡ് ഉപയോഗിക്കുന്നത് കൊടുത്തിട്ടുണ്ട്, കീ മെട്രിക്സ് ഏതൊക്കെയാണ് ഘടകങ്ങളെന്ന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അത് തുടങ്ങിയ നമുക്ക് സമയക്കുറവ് കാരണം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട് പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം. പിന്നെ ദേശീയ വരുമാനവുമായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ സേവിങ് റേറ്റ്. അതായത് 2015 പരീക്ഷയ്ക്ക് സേവിങ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സേവിങ് റേറ്റ് ചോദിക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് ചോദിക്കാം. സേവിങ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും അതിന് 3 ഘടകങ്ങളുണ്ട്. സേവിങ് റേറ്റ് അതായത് നമ്മുടെ വരുമാനത്തിൽ നിന്നും എത്ര രൂപ അൺസ്പെൻഡായി നമ്മൾ സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതെന്ന്. അത് ഹൗസ് ഹോൾഡ് സെക്ടറിലെ സേവിങ് വരും, കോർപ്പറേറ്റ് മേഖലയുടെ സേവിങ് വരും, പൊതുമേഖലയുടെ സേവിങ് വരും. ഇത് 3ഉം കൂടെ കൂട്ടിയാണ് നമ്മൾ സേവിങ് റേറ്റ് കണക്കാക്കുന്നത്, കൂട്ടിയാണ് നമ്മൾ പറയുന്നത്. അതിൽ തന്നെ ഞാനിവിടെ 2022-23 കണക്കുകൾ പ്രകാരം ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സർക്കാരിൻ്റെ ആധികാരികമായ എക്കണോമിക് സർവേയിൽ നിന്നും എക്കണോമിക് റിവ്യൂവിൽ നിന്നും മാത്രമേ കണക്കുകൾ എടുക്കാവൂ. അല്ലാതെ പത്രങ്ങളിൽ നിന്നും മറ്റു റിപ്പോർട്ടുകളിൽ നിന്നൊന്നും നമ്മൾ കണക്കുകൾ ശേഖരിക്കാൻ പാടില്ല. ഗവൺമെൻറ് സോഴ്സുകൾ, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബുള്ളറ്റിൻ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കണക്കുകൾ ഉപയോഗിക്കാം, മിനിസ്ട്രി ഓഫ് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് ഉപയോഗിക്കാം, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ ഉപയോഗിക്കാം,
എക്കണോമിക് റിവ്യൂ നമുക്ക് ഉപയോഗിക്കാം, എക്കണോമിക് സർവേ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ആധികാരികമായി സർക്കാരിൻ്റെ റിപ്പോർട്ടുകളിൽ നിന്നും വരുന്ന കണക്കുകൾ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ, പരീക്ഷയ്ക്ക് ഉപയോഗിക്കാവൂ. അതുകൊണ്ട് കണക്കുകൾ പലയിടത്തും നമ്മൾ പേപ്പറിലൊക്കെ നമ്മൾ സേവിങ് റേറ്റ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കണക്കുകളും പല പത്രങ്ങളിൽ നിന്നുമായി റിപ്പോർട്ടുകൾ വരും. അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ പഠിക്കേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം സേവിങ് റേറ്റ് എത്രയാണ്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. GDPയുടെ ഗ്രോസ് റേറ്റ് എത്രയാണ്, അത് ഹൗസ് ഹോൾഡ് സേവിങ് റേറ്റ് എത്രയാണ്, കോർപ്പറേറ്റ് മേഖലയുടെ സേവിങ് റേറ്റ് എത്രയാണ്, അത് തുടങ്ങിയ ഇവിടെ കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ വളരെ നമ്മുടെ ഒരു സേവിങ് റേറ്റ് വളരെ വിശദമായി ഞങ്ങളൊരു പടത്തിൻ്റെ സഹായത്താൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കണം. അതുപോലെ അതിൻ്റെ വിശദമായ കണക്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ സ്വാഭാവികമായും വന്നിരിക്കുന്ന ഒരു ചോദ്യം, വരുന്നാവുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്നത്തെ വളർച്ചാ നിരക്ക് എത്രയാണ്, സേവിങ് റേറ്റ് എത്രയാണ്, ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് എത്രയാണ്, ഗ്രോത്ത് റേറ്റ് എത്രയാണ്. ഗ്രോത്ത് റേറ്റ് തന്നെ പ്രൈമറി സെക്ടറിൻ്റെ ഗ്രോത്ത് റേറ്റ് എത്രയാണ്, സെക്കൻഡറിയുടെ എത്രയാണ്, സേവന മേഖല ഗ്രോത്ത് റേറ്റ് എത്രയാണ്, ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, ഇന്ന് മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുമ്പോൾ ഇന്ത്യ നേരിടുന്ന പ്രധാനമായ വെല്ലുവിളികൾ എന്തൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു താരതമ്യ പഠനത്തിന് കൂടി നമ്മൾ എക്കണോമിക് റിവ്യൂവും എക്കണോമിക് റിപ്പോർട്ടും സർവേ നിങ്ങൾ ഉപയോഗിക്കണം. അതിനു വേണ്ടി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ നോക്കിയാലറിയാം, ഗ്രോസ് വാല്യൂ ഔട്ട്പുട്ട്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ് തുടങ്ങിയവ ഞാനിവിടെ കൊടുത്ത് GDP കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതത്ര ഞാൻ പറഞ്ഞതല്ല നമ്മുടെ ദേശീയ വരുമാനവുമായി ബന്ധം GDP ഇൻ ഇന്ത്യ. ഞാൻ ഇനി പറയാൻ പോകുന്നത് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് ഇൻകമാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, കേരളത്തിൻ്റെ. അത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് പോലെ ഇവിടെ ഗ്രോസ് നാഷണലിന് പകരം സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് മറ്റേ നമ്മൾ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിന് പോലെ ഇവിടെ സ്റ്റേറ്റ് ഗ്രോസ് ഇൻകം പ്രോഡക്റ്റ്, അതാണ് നമ്മൾ പറയുന്നത്. അത് 2024-25 എക്കണോമിക് റിവ്യൂ എന്ന് എടുത്ത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്നത്തെ നമ്മുടെ എത്രയാണ്, എത്ര ലക്ഷം നമ്മുടെ GDP എത്രയാണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ വളർച്ചാ നിരക്ക് എത്ര ശതമാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രൈമറി സെക്ടറിൻ്റെ വളർച്ചാ നിരക്ക് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഞാൻ സമയക്കുറവ് കാരണം മുഴുവൻ വായിക്കുന്നില്ല. പാരഗ്രാഫിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിൻ്റെ വളർച്ചാ നിരക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായി പരീക്ഷയ്ക്ക് ചോദിക്കും. വളർച്ചാ നിരക്ക് എല്ലാ പരീക്ഷ, അത് KS പരീക്ഷ ആയാലും ശരി, അത് ക്ലർക്കൽ പരീക്ഷ ആയാലും ശരി, ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ പരീക്ഷ ആയാലും ശരി, നമ്മൾ റിസർച്ച് ഓഫീസറിൻ്റെ ആയാലും ഏത് പരീക്ഷയ്ക്കായാലും ശരി, നമ്മുടെ വളർച്ചാ നിരക്ക്, അതായത് ദേശീയ സാമ്പത്തിക വളർച്ചാ നിരക്കായാലും ശരി, സംസ്ഥാന വളർച്ചാ നിരക്കായാലും ശരി, പ്രൈമറി മേഖലയുടെ, സെക്കൻഡറി മേഖലയുടെ, ട്രഷറിയുടെ വളർച്ചാ നിരക്കും പഠിച്ചിട്ട് മാത്രമേ എൻ്റെ സുഹൃത്തുക്കൾ പരീക്ഷയ്ക്ക് പോകാവൂ. അത് നിങ്ങളിന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദേശീയ വരുമാനത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. ഇപ്പം ഞാൻ ദേശീയ വരുമാനത്തെ സംബന്ധിച്ച് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ദേശീയ വരുമാനം എന്നാണ് ആദ്യമായി കണക്കാക്കുന്നത്, എങ്ങനെയാണ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അത് വിശദമായി നമ്മൾ ഈ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വേരിയസ് കോൺസെപ്റ്റ്സ്, പ്രധാനമായി ദേശീയ വരുമാനത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സുകൾ ഏതൊക്കെയാണ്. അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രോസ് നാഷണൽ ഇൻകം, നെറ്റ് നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ദെൻ ഇതൊക്കെ തന്നെ ഫാക്ടർ കോസ്റ്റിൽ, മാർക്കറ്റ് പ്രൈസിൽ, ബേസ് ഇയറിൽ, കറണ്ട് പ്രൈസിൽ, അതുപോലെ തന്നെ കണക്കാക്കുന്ന രീതി, പ്രോഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്നിട്ട് കുറച്ച് അഡ്വാൻസ് ആയ ചിലപ്പോൾ റിസർച്ച് ഓഫീസർ തസ്തിക പോലുള്ള പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിച്ചു കൂടുന്നില്ല. ദേശീയ വരുമാനം യഥാർത്ഥ വളർച്ചാ നിരക്കാണോ, ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ സാമ്പത്തിക വളർച്ചയുടെ ഒരു അളവുകോലായി ദേശീയ വരുമാനത്തെ നമുക്ക് എടുക്കുവാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങൾ കൂടെ നിങ്ങൾ അധിക വായനയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തിയ അധിക വായനയ്ക്ക് ഒരു വിഷയമാകണമെന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ദേശീയ വരുമാനം കണക്കാക്കുന്ന പെർ ക്യാപിറ്റ ഇൻകം,
ഇന്ത്യയിലെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണ്, സ്റ്റേറ്റിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം നിങ്ങൾ പഠിച്ചിട്ടേ പരീക്ഷാ ഹാളിലേക്ക് പോകാം. അതുപോലെ തന്നെ ദേശീയ പെർ ക്യാപിറ്റ ഇൻകവുമായി കണക്കാക്കുമ്പോൾ സ്റ്റേറ്റിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം കൂടുതലാണോ കുറവാണ്? കൂടുതലാണ് വസ്തുത. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണ്, ദേശീയ തലത്തെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ദേശീയ തലത്തിലുള്ള ദേശീയ വരുമാനത്തിൻ്റെ ആയാലും ശരി, സംസ്ഥാനത്തിൻ്റെ ആയാലും നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദേശീയമായ അല്ലെങ്കിൽ ദേശീയ കണക്കുകളെല്ലാം എക്കണോമിക് സർവേയിൽ നിന്ന് മാത്രമേ എടുക്കാവൂ. സംസ്ഥാനത്തിൻ്റെ കണക്കുകളെല്ലാം എക്കണോമിക് റിവ്യൂവിൽ നിന്ന് മാത്രമേ നമ്മൾ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാവൂ. ഇത്രയുമാണ് യൂണിറ്റ് 1. ഇനി ഞാൻ പറയാൻ പോകുന്നത് യൂണിറ്റ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, നമ്മുടെ ജനസംഖ്യയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതലായി പരീക്ഷയ്ക്ക് കണ്ടിട്ടുള്ളത്. അത് ഇന്ത്യയിലെ ജനസംഖ്യയുണ്ട്, കേരളത്തിലെ ജനസംഖ്യയുണ്ട്. അപ്പോൾ 2, പോവർട്ടി, നമ്മുടെ കേരളവും ഇന്ത്യയും നേരിടുന്ന പ്രധാനമായ സാമ്പത്തിക വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ വേഗം പറയാൻ കഴിയും. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അസമത്വം, റീജിയണൽ ഇൻഇക്വാളിറ്റീസ്, വ്യാവസായിക വളർച്ചയുടെ കുറവ്, പണപ്പെരുപ്പം, അതായത് സ്ത്രീകളുടെ തൊഴിലില്ലായ്മ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ യൂണിറ്റ് 1 കൊടുത്തിരിക്കുന്നത്. അതായത് 1, ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, 2, ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ, ഈ കാര്യങ്ങൾ. ഇത് ഇല്ലാതാക്കാൻ വേണ്ടി പോവർട്ടി അലിവിയേഷൻ സ്കീമുകൾ, അത് ദേശീയ തലത്തിലായാലും ശരി, സംസ്ഥാന തലത്തിലായാലും ശരി, അതെന്തൊക്കെയാണ്. അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ലേബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓർഗനൈസ്ഡ് സെക്ടർ, അത് നമുക്ക് തൊഴിലാളികളെ നമുക്ക് 2ആയി പ്രധാനം തിരിക്കും. ഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി എടുക്കുന്നവരൊന്നും അൺഓർഗനൈസ്ഡ്. ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, സർക്കാർ ജീവനക്കാർ, സ്വകാര്യ മേഖലയിൽ, അങ്ങനെ ശക്തമായ അല്ലെങ്കിൽ വ്യവസായ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ബോഡിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരുപാട് പേര് അൺഓർഗനൈസ്ഡ് ആണ്, അൺരജിസ്റ്റേർഡ് മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. അൺഓർഗനൈസ്ഡ് സെക്ടർ, അതായത് നമ്മുടെ ഉന്തുവണ്ടിയിലെ കച്ചവടം ചെയ്യുന്നവരായാലും ശരി, വഴിയോരങ്ങളിലെ കച്ചവടം ചെയ്യുന്നവരായാലും ശരി, നമ്മുടെ പറമ്പിൽ പണിയെടുക്കാൻ വരുന്നവരായാലും റബ്ബർ ടാപ്പ്, അങ്ങനെയുള്ള അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സും ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര ശതമാനമാണ് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ മേഖലയിൽ ജോലി ചെയ്യുന്നത്? അൺഓർഗനൈസ്ഡ് സെക്ടറിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രധാനമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അവർ നേരിടുന്ന വെല്ലുവിളി, അതിനോടൊപ്പം എന്തൊക്കെയാണ് ഗവൺമെൻറ് അൺഓർഗനൈസ്ഡ് സെക്ടറിലെ തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളൊക്കെ എന്തൊക്കെയാണ്, അതിലെ കുറവുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് പരിഹരിക്കപ്പെടാമെന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന പ്രധാനമായ ചില ചോദ്യങ്ങൾ ഞാനിപ്പോൾ ഒന്നും വായിക്കുന്നില്ല. പ്രധാനമായിട്ട് അത് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, 1, ഗ്രോത്ത് റേറ്റ്, ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയും. അത് 10 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന ജനസംഖ്യയിലുണ്ടാകുന്ന വർധനവ്, അതായത് ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് എന്ന് നമ്മൾ പറയും. അതിനകത്ത് തന്നെ മെയിൽ ഫീമെയിൽ റേഷ്യോ നിങ്ങൾ പഠിക്കണം, ലിറ്ററസി റേറ്റ് നിങ്ങൾ പഠിക്കണം, മൈഗ്രേഷൻ റേറ്റ് നിങ്ങൾ പഠിക്കണം, അതുപോലെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ നിങ്ങൾ പഠിക്കണം, അതുപോലെ ലിറ്ററസി റേറ്റ് നിങ്ങൾ പഠിക്കണം, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി നിങ്ങൾ പഠിക്കണം. അതുപോലെ ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം. ഒന്നും കൂടെ പറയാം. ജനസംഖ്യയെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് 1, ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ്, മെയിൽ ഫീമെയിൽ റേഷ്യോ, then education level, literacy level, migration, then density of population, then അതായത് നമ്മുടെ അർബൻ പോപ്പുലേഷൻ റേറ്റ്, റൂറൽ പോപ്പുലേഷൻ റേറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഡിസ്ട്രിക്റ്റിലെ ലിറ്ററസി റേറ്റ്, ഏത് ജില്ലയിലെ ലിറ്ററസി ആണ് കൂടുതൽ കുറവ് എന്നുള്ളതാണ് സാധാരണമായി ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ലിറ്ററസി കുറച്ച് സംസ്ഥാനങ്ങളിൽ ലിറ്ററസി റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ലിറ്ററസി റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അതിനകത്ത് വർഗീകരിക്കണം, മുകളിൽ നിന്ന് താഴോട്ട്. അത് ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് ഉള്ള സംസ്ഥാനം മുകളിൽ താഴെ വരെ നമ്മളതിനെ വർഗീകരിക്കും. 1, 2, 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ ഉത്തരവും അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഉത്തരം വെറും ABCD എന്ന് കൊടുത്തതിന് പുറമേ അതാത് സ്റ്റേറ്റുകളിലെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ലിറ്ററസി റേറ്റ് മൊത്തമായിട്ട് ഒരു ഇന്ത്യയിലെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ. ഓരോ ജില്ലയിലെ, അതുപോലെ തന്നെ സ്ത്രീ പുരുഷൻ, അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലെ
ശരാശരിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെ, ഇല്ലെങ്കിൽ ഏതൊക്കെ ജില്ലകളാണ് ഉയർന്നു നിൽക്കുന്നത്, ഏതൊക്കെയാണ് താഴ്ന്നു നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പോപ്പുലേഷൻ്റെ വെബ്സൈറ്റിലാണ് ഇത് കൃത്യമായിട്ടുള്ളത്. ഈ കൊടുത്തിരിക്കുന്നതാണ് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഞാനിത് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട സമയക്കുറവ് കാരണം ഞാൻ ഓടിച്ചു പോവുകയാണ്. ആ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇതിനകത്ത് പോയി. ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഇൻ കേരള ആൻഡ് ഇന്ത്യ. അതായത് സെൻസസ് ഇന്ത്യ സെൻസസ് എന്നാണ് ഇന്ത്യയിൽ തുടങ്ങിയത്, ആദ്യമായി ജാതി സെൻസസ് എന്നാണ് തുടങ്ങിയത്, അതുപോലെ ശാസ്ത്രീയമായി എത്ര വർഷം കൂടുമ്പോഴാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഇനി അടുത്തതായി എടുക്കാൻ പോകുന്നത് എന്നാണ്, എന്തുകൊണ്ടാണ് നമ്മൾ 2021 തുടങ്ങാനിരുന്ന സർവേ നമ്മൾ 2027 മാറ്റിവെച്ചത് എന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങൾ ദേശീയ തലത്തിലൊക്കെ അതും പഠിക്കണം, കേരളത്തിലെ നിങ്ങൾ പഠിക്കണം. കേരളത്തിൽ അതായത് പോപ്പുലേഷൻ ഇൻ കേരള ഗ്രോത്ത് റേറ്റ് എത്രയാണ്, മറ്റ് സ്റ്റേറ്റുകളുമായി താരതമ്യപ്പെടുമ്പോൾ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യത്തിലാണ് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളുമായി വിഭിന്നമായിരിക്കുന്നത്, ഏതിലൊക്കെയാണ് കൂടുതലായി നിൽക്കുന്നത്, ഏതിലൊക്കെയാണ് നമ്മൾ കുറവായി നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഒരു കമ്പാരിറ്റീവ് പെർസ്പെക്റ്റീവിൻ്റെ രീതിയിൽ നിങ്ങളിതിനെ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഓർമ്മ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മൈഗ്രേഷൻ എന്ന് നമുക്കറിയാം, മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികൾ, അതായത് കേരളീയയിൽ പുറത്തു പോകുന്നുണ്ട്, മറ്റ് സ്റ്റേറ്റുകളിൽ പോകുന്നുണ്ട്, അന്യരാജ്യങ്ങളിലേക്ക് തൊഴിൽ വേണ്ടി പോകുന്നു, അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്തും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യമെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമെന്ന് പറയുന്നത്, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിലിന് വേണ്ടി വരുമ്പോൾ ഏത് സംസ്ഥാനത്തെ തൊഴിലാളികളുടെ എണ്ണമാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളുടെ എണ്ണത്തെക്കാളും കൂടുതൽ, ഏത് മേഖലയിലാണ് അവർ ജോലി ചെയ്യുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ ഉത്തരത്തിന് പുറമേ ഞാൻ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കറിയാം 60% വരുന്ന വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതൽ. അവർ ഏത് പ്രൊഫഷണലാണ് നിൽക്കുന്നത്, നമുക്ക് കൺസ്ട്രക്ഷൻ മേഖലയിലാണ് കൂടുതലായി ജോലി ചെയ്യുന്നത്. 32.5% പേര് കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ടൈലറിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്, ഹോട്ടൽ റെസ്റ്റോറൻറ്റുകളിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്നവർ തന്നെ ഏത് ജില്ലയിലാണ് കൂടുതൽ ജോലി നോക്കുന്നത്, ഏത് തൊഴിലാണ് നോക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ എക്കണോമിക് സർവേ റിപ്പോർട്ടിലുണ്ട്. അത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ മൈഗ്രൻ്റ് ലേബറിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിയിട്ടേ പോകാം. അതുപോലെ തന്നെ എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താ, ആ തൊഴിലില്ലായ്മയെ നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത്, പീരിയോഡിക്കൽ ലേബർ ഫോഴ്സ് റേഷ്യോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. അതെന്താണ്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ അൺഎംപ്ലോയ്മെൻറ്റിൽ തന്നെ വനിതകളുടെ പ്രാതിനിധ്യം എത്രത്തോളമുണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ തൊഴിലിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരുടെ എണ്ണം എന്താണ്, ആ എണ്ണത്തിൽ വർധനവാണോ കുറവാണോ, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡുകളുടെ എണ്ണം കൂടുതലാണോ, ഏത് ജില്ലയിലാണ് തൊഴിലാളി അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതൽ, അപ്പോൾ അത് ഏത് വിദ്യാഭ്യാസമുള്ളവരുടെ എണ്ണമാണ് കൂടുതൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു വിമർശനാത്മകമായി നമ്മൾ പരിശോധിക്കണം. അതാണ് ഈ എക്കണോമിക് സർവേയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അത്. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതികൾ, ഇന്ത്യയിലും കേരളത്തിലും ഒത്തിരി തൊഴിലുറപ്പ് പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആയാലും ശരി, അതിനു മുമ്പ് നമ്മൾ നടപ്പിലാക്കിയ ഒട്ടനവധി പ്രോഗ്രാമുകൾ. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇല്ലാതാക്കാൻ വേണ്ടി എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നടപ്പിലാക്കിയ പദ്ധതികൾ എന്തൊക്കെയാണ്, അതിനെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അത് മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് പദ്ധതിയെ സംബന്ധിച്ച് വിശദമായി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സാധാരണ അവരുടെ വേജ് റേറ്റ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, ഇപ്പോഴത്തെ വേജ് റേറ്റ് എത്രയാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റേറ്റ് തീരുമാനിക്കുന്നത്, ഏത് സ്റ്റേറ്റിലെ തൊഴിലാളികൾക്കാണ് കൂടുതൽ പൈസ കിട്ടുന്നത്, അതിനകത്ത് സ്ത്രീ തൊഴിലാളികളുടെ എണ്ണമാണോ കൂടുതൽ, പുരുഷന്മാരുടെ തൊഴിലാളികളുടെ എണ്ണമാണോ കൂടുതൽ, ഇതിനെ ഒന്ന് മോണിറ്റർ ചെയ്യുന്നതിന് നിലവിലുള്ള സംവിധാനം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ പറ്റുന്നതാണ്. അത് അൺഎംപ്ലോയ്മെൻറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഏത് ജില്ലയാണ് കൂടുതൽ കുറവ് തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വ്യാവസായിക വികസനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായി പരീക്ഷയ്ക്ക് ചോദിക്കും. 2-3 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ട്, അതായത് നമ്മുടെ സ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നമുക്കറിയാം
പൊതുമേഖലാ സ്ഥാപനം ഇവിടെ കെൽട്രോൺ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, KSRTC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് നമുക്കുള്ളത്? ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തന്നെ പലതരത്തിലുള്ള കോപ്പറേറ്റീവുകളുണ്ട്, അതായത് ഇൻഡസ്ട്രീസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടി നമ്മൾ എടുക്കുവാണെങ്കിൽ 2019-20 കാലഘട്ടത്തെ കണക്കുകളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ആ കണക്കുകൾ നിങ്ങളിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. അന്ന് 42 പക്ഷേ ഇപ്പോൾ 2024-25 എക്കണോമിക് സർവേ പ്രകാരമാണ് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. അത് പ്രകാരമാണെങ്കിൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് 51 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ നമുക്കുള്ളത്. അതിനകത്ത് ചിലതൊക്കെ കോപ്പറേറ്റീവ് മേഖലയുടെ കീഴിലാണ്, ചിലത് അങ്ങനെ ഇൻഡസ്ട്രീസിൻ്റെ നേതൃത്വത്തിലാണ്. അങ്ങനെ പലതരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്കുകൾ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദാരിദ്ര്യം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ദാരിദ്ര്യരേഖ ഏത് സ്റ്റേറ്റിലാണ് രേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം കൂടുതൽ, ഏത് സ്റ്റേറ്റിലാണ് കുറവ്? അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ആ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം ഇംപ്ലിമെൻറ്റേഷൻ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് തുടങ്ങിയവയാണ് അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, സാധനങ്ങളുടെ വില. അപ്പം അത് മായി ബന്ധപ്പെട്ട് 2015 ചോദ്യം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ യൂണിറ്റ് പൊതുവെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ പ്രധാനമായും നിങ്ങൾ പഠിക്കേണ്ട അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കേണ്ട മേഖലകളെന്ന് പറയുന്നത് ഒന്ന് ജനസംഖ്യ, ഇന്ത്യയിലെ ജനസംഖ്യ, കേരളത്തിലെ ജനസംഖ്യ. അത് ഞാൻ മുമ്പ് പറഞ്ഞു, മെയിൽ ഫീമെയിൽ റേഷ്യോ, ഗ്രോത്ത് റേറ്റ്, മൈഗ്രേഷൻ റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ലിറ്ററസി റേറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. ദെൻ പോവർട്ടി, ദാരിദ്ര്യരേഖ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ ആരാണ് കാൽക്കുലേറ്റ് ചെയ്തത്, ഏത് സ്റ്റേറ്റിലാണ് കൂടുതൽ, ഏത് സ്റ്റേറ്റിലാണ് കുറവ്, അത് ഏത് ജനവിഭാഗം, SCയിലാണോ, STയിലാണോ, OBCയിലാണോ, ജനറലിലാണോ, എവിടെയാണ് കൂടുതൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിക്കും. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ. കാര്യം ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഇന്ത്യയെ പോലൊരു രാജ്യം നേരിടുന്ന പ്രധാനമായ വെല്ലുവിളി എന്ന് പറയുന്നത് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും പോവർട്ടിയുമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ 3 കാര്യങ്ങൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. തൊഴിലാളികളെ സംബന്ധിച്ച് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണമാണ് വളരെ കൂടുതൽ. അതുകൊണ്ട് തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം, അവർ നേരിടുന്ന വെല്ലുവിളികൾ, അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് ഏതൊക്കെ മേഖലകളിലാണ് അവർ ജോലി ചെയ്യുന്നത് തുടങ്ങിയവയാണ് പരീക്ഷയ്ക്ക് രണ്ടാമത്തെ യൂണിറ്റ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ചിട്ടയായ പ്രവർത്തനമുണ്ടെങ്കിൽ ഈ പരീക്ഷ എക്കണോമിക്സ് പഠിക്കാത്തവർക്ക് പോലും വളരെ കൂടുതൽ മാർക്ക് നേടുവാൻ കഴിയും. പക്ഷെ അതിന് വേണ്ടത് നമ്മുടെ പഴയ 2015 ചോദ്യപേപ്പറായാലും ശരി, 2021 ചോദ്യപേപ്പറായാലും ശരി, നല്ല രീതിയിൽ ആ ചോദ്യപേപ്പറിൽ കൂടെ ഏതൊക്കെ ഏരിയകളിലാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്, ഏതൊക്കെ തിയറികളാണ് നമ്മൾ അടിസ്ഥാനപരമായി പഠിക്കേണ്ടതെന്നും, ആ ഏതൊക്കെ കണക്കുകളാണ് ശേഖരിക്കേണ്ടതെന്നും, ആ കണക്കുകൾ ശേഖരിക്കുന്നത് എവിടെ നിന്നൊക്കെയാണെന്നും, അത് എങ്ങനെയാണ് കണക്കുകൾ ശേഖരിക്കേണ്ടതെന്നും എങ്ങനെയാണ് നമുക്കത് വിലയിരുത്തേണ്ടതെന്നും ആണ് നിങ്ങളിവിടെ പഠിക്കേണ്ടത്. അതുകൊണ്ട് എക്കണോമിക്സ് സംബന്ധിച്ച് വളരെ തിയറിറ്റിക്കൽ നോളജ് അധികമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ല, പകരം കണക്കുകളാണ് ഇവിടെ ചോദിക്കുന്നത്. കാരണം എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സിനെ സംബന്ധിച്ച് അവർ ഇന്ന് ഏതൊക്കെ വിഭാഗങ്ങളെ സംബന്ധിച്ച സ്ഥിതിവിവര കണക്കുകളാണ് ശേഖരിക്കുന്നത്. ഒന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ശേഖരിക്കുന്നത്, വ്യവസായികവുമായി ബന്ധപ്പെട്ട, തൊഴിലാളികളുമായി ബന്ധപ്പെട്ട, അതുപോലെ ദേശീയ വരുമാനവുമായി സംസ്ഥാന വരുമാനവുമായി ബന്ധപ്പെട്ട തുടങ്ങിയ കാര്യങ്ങളാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. മേഖലകളുടെ കണക്കുകൾ അവിടെയാണ് ശേഖരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് റിസർച്ച് ഓഫീസർ തസ്തികയ്ക്ക് ചോദിക്കുന്നത്. അതാണ് അവർക്ക് വേണ്ടത്. അത് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ തന്നെ ആ മേഖലയിൽ അല്ലെങ്കിൽ റിസർച്ച് ഓഫീസറായി നിങ്ങൾക്ക് ജോലി ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ നന്നായി പ്രവർത്തിക്കുവാൻ, നന്നായി തൊഴിലെടുക്കുവാൻ, നന്നായി പെർഫോം ചെയ്യുവാനും ഇത്തരം ഇപ്പം നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട് അത് ഉപകരിക്കും. അപ്പോൾ ചിട്ടയായ പ്രവർത്തനം, എവിടെ നിന്നായാലും ശരി ലഭിക്കുന്ന വിവരങ്ങൾ ഓർമ്മിച്ച് വെച്ച് അതിനെ അപഗ്രഥിച്ച് അത് പഠിക്കുവാനുള്ള ഒരു ശേഷിയാണ് സമയമാണ്, ഇല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള എഫേർട്ടാണ് ഈ പരീക്ഷയ്ക്ക്
ജയിക്കുവാനായി വേണ്ടത്. അല്ലാതെ വലിയ ഒരു ഗഹനമായ ഒരു പഠനമൊന്നും ആവശ്യമില്ല. വളരെ വേഗം നമുക്ക് എക്കണോമിക്സ് പഠിച്ച് പാസ്സാവാൻ കഴിയും. അതിന് ഈ ക്രെഡൻസ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇനി വരുന്ന ക്ലാസ്സുകളിൽ എക്കണോമിക്സിൻ്റെ ഓരോ ചാപ്റ്ററും എടുത്ത് ആ ചാപ്റ്റർ ഞാൻ ഇന്നിപ്പം വളരെ വേഗം ഞാൻ കുറേ ചോദ്യങ്ങൾ നിങ്ങളുമായി വിശകലനം ചെയ്യുക മാത്രമാണ് ചെയ്ത. ഓരോ ചോദ്യത്തിലും നമുക്ക് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്, ഏതൊക്കെ കണക്കുകളാണ് നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ഇതിനെ നമുക്ക് അപഗ്രഥിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി നിങ്ങളോടൊപ്പം ചർച്ചയ്ക്ക് ഞാനും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഒരു കൃത്യമായ പ്രവർത്തനത്തിന്, കൃത്യമായ പഠനത്തിന് വേണ്ടി, ഈ ക്രെഡൻസിന് വേണ്ടി ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടിരുന്ന നിങ്ങളെല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ചിട്ടയായ പ്രവർത്തനത്തിന് നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.